അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായും വളരെ ആവേശത്തോടുകൂടി ആരവത്തോടുകൂടി നമുക്കത് കേൾക്കേണ്ടി വരും. കെ മുരളീധരൻ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരുപാട് ആലകളിലൂടെ കടന്നുപോയിട്ടുള്ള കെ മുരളീധരനാണ് ഇനി മന്ത്രിയായി സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരിൽ ഒരാളായി ഇനി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. കെ മുരളീധരൻ കടന്നു വരുന്നു. രാഹുൽ ഗാന്ധി, വി ഡി സതീശൻ എല്ലാവരെയും കണ്ട് നന്ദിയും അവരുടെ അഭിനന്ദനവും ഏറ്റുവാങ്ങി കെ മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്ത് സംസ്ഥാനത്തിന്റെ മന്ത്രിമാരിൽ ഒരാളാകാനായി കടന്നു വരികയാണ്. വകുപ്പുകൾ സംബന്ധിച്ച് മുരളീധരനെ നേരത്തെ പറഞ്ഞു കേട്ടതിൽ പല നീരസങ്ങളും നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഏതായാലും അതെല്ലാം മാറി അദ്ദേഹത്തിന് തൃപ്തിപ്പെട്ട വകുപ്പുകൾ കൂടി ലഭിച്ചു എന്നുള്ളതാണ് ഒടുവിൽ ഇപ്പോഴറിയുന്നത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ മുരളീധരൻ do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of the State of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will. I, K. Muralidharan, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a minister for the state of Kerala, except as may be required for the due discharge of my duties as such minister. ഇംഗ്ലീഷിൽ കൂടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിനൊപ്പം എന്നുള്ള ഒരു പ്രത്യേകത കൂടി മുരളീധരന്റെ സത്യപ്രതിജ്ഞയിൽ നമ്മൾ കാണുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച ആരോഗ്യവും ദേവസ്വവും വകുപ്പുകളായിരിക്കും അദ്ദേഹം കൈകാര്യം ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. കയ്യൊപ്പ് ചാർത്തുന്ന ഔദ്യോഗിക രേഖകളിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നാണ് ഇത്തവണ നിയമസഭയിലേക്ക് അദ്ദേഹം ജയിച്ചെത്തുന്നത്. മന്ത്രിപദത്തിലേക്ക് രണ്ടാം വട്ടമാണ് മുരളീധരൻ വരുന്നത്. 2004 അദ്ദേഹത്തിന്റെ ഇതിന് മുൻപുള്ള നിയോഗം. പക്ഷേ അത് മാസങ്ങൾ മാത്രമേ ആ മന്ത്രിപദത്തിൽ ഇരിക്കാനുള്ള ആയുസ് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയി. നിയമസഭാംഗമല്ലാതെയാണ് അദ്ദേഹം 2004 മന്ത്രിയായത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. പക്ഷേ വടക്കാഞ്ചേരിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ 3 മാസത്തിനുള്ളിൽ അദ്ദേഹം ആ മന്ത്രിസ്ഥാനം മാറേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം വീണ്ടും മന്ത്രിയാകുന്നു. അന്ന് വൈദ്യുതി വകുപ്പെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പ് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഗൗരവപ്പെട്ട 2 വകുപ്പുകൾ ആവശ്യപ്പെട്ടു. ആരോഗ്യവും ദേവസ്വവും. ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ് മുരളി പക്ഷം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ച പോലെ വകുപ്പ് കൂടി കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വിവിധ മേഖലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാർലമെന്റ് രംഗത്ത് തന്നെ നമ്മൾ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 1981-ലും 91-ലും 99-ലും കോഴിക്കോടിന്റെ MP ആയിരുന്നു കെ മുരളീധരൻ. 2009-ൽ വയനാടിന്റെ MP ആയി. 2011-ൽ വട്ടിയൂർക്കാവിന്റെ MLA ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ 2019-ൽ അദ്ദേഹം വടകര MP ആയി ജയിച്ചതും നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കാണാം. സംഘടനാ രംഗത്ത് മാറിമറിയലുകൾ, കോൺഗ്രസിൽ വിട്ട ചരിത്രം, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ